ബാർ ലൈസൻസ് വിഷയത്തിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയെന്നാരോപിച്ച് KPCC പ്രസിഡന്റിനെതിരെ കോൺഗ്രസിൽ നീക്കം നടക്കുന്നതിനിടെയാണ് ഹൈക്കമാൻഡ് ഇടപെട്ടത്. സർക്കാരിനും പാർട്ടിക്കും ഗുണകരമായ ഒരു തീരുമാനത്തിന് പിന്നാലെയുള്ള വിഴുപ്പലക്ക് വേണ്ടെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. ഇതിനെ തുടർന്നാണ് താൽക്കാലിക വെടിനിർത്തലിന് നേതാക്കൾ തയ്യാറായത്. മദ്യനയത്തിന്റെ ക്രെഡിറ്റിന്റെ പേരിൽ തർക്കം വേണ്ടെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോട്ടയത്ത് പറഞ്ഞു. എല്ലാവരും കൂടെ കൂടിയത് കൊണ്ടാണ് ഇതിങ്ങനെ നടന്നത്, അല്ലെങ്കിൽ നടക്കുമോ? UDF ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. തന്നെ ആരും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രിയെയല്ല അഡ്വക്കേറ്റ് ജനറലിനെയാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിലെ പ്രസംഗത്തിൽ വിമർശിച്ചതെന്ന് സുധീരൻ വിശദീകരിച്ചു. കോടതിയുടെ മുന്നിൽ വസ്തുതകൾ ശരിയായ രീതിയിൽ ബോധ്യപ്പെടുത്താത്ത അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിലപാടിനെയാണ്, അദ്ദേഹത്തിൻ്റെ വീഴ്ചയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ മുഖ്യമന്ത്രിക്കെതിരായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് എനിക്ക് അങ്ങനെ ഒട്ടും തോന്നിയിട്ടില്ല. സുധീരനെതിരെ പരാതി നൽകിയിട്ടില്ലെന്ന് MMSനും പറഞ്ഞു. ഞങ്ങളാരും പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ട് അദ്ദേഹത്തോട് നേരിട്ട് പരാതി പറയുന്ന കാര്യം എന്തിനാണ് പിന്നെ മോളെ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത്? ഞങ്ങളത് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. വെടിനിർത്തൽ താൽക്കാലികമാണെന്നും തുടർന്നുള്ള സർക്കാർ പാർട്ടി ബന്ധത്തിൽ സുധീരനെ മറ്റുള്ളവർ പരിഗണിക്കാൻ സാധ്യതയില്ലെന്നുമാണ് വിലയിരുത്തൽ. കോട്ടയം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.